ഏത് കോടതിയായാലും കേസിന്റെ മെറിറ്റ് ആണ് നോക്കുന്നത്. അതിന് ഇഡി കക്ഷി ചേർന്ന കേസാണോ, സംസ്ഥാന പോലീസ് എഫ്ഐആർ ഇട്ടതാണോ, CBI കൊണ്ടുവന്ന കേസാണോ എന്നൊന്നും വലിപ്പച്ചെറുപ്പം കോടതി നോക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി കേസ് വിരുദ്ധനും കൂട്ടർക്കും രക്ഷിപ്പാൻ കേന്ദ്രത്തിലെ വലിയമ്മമാർ അവതരിക്കുമെന്ന് പ്രതീക്ഷയൊന്നും വേണ്ട. സിനിമാ ലോകത്തെയായാലും രാഷ്ട്രീയ നേതാക്കളായാലും മുഖം നോക്കാതെ പിടിച്ചകത്തിട്ട് വിചാരണയ്ക്ക് കോടതി മുമ്പാകെ തെളിവ് സഹിതം കൊണ്ടു ചെന്ന് നിർത്തുന്ന കേരള പോലീസാണ് ഇവിടുത്തെ ജനങ്ങളുടെ സംരക്ഷകരെന്ന് ഓർമ്മ വേണം. എന്താണ് കാര്യമെന്നല്ലേ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ കൊള്ളക്കമുണ്ടാക്കിയ BJP നേതാക്കൾ പ്രചരണം ഇളക്കിമറിക്കാൻ എത്തിച്ച കൊടകര കുഴൽപ്പണ കേസിൽ തുടരന്വേഷണത്തിന് കോടതി അനുമതി നൽകിയിരിക്കുന്നു. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയാണ് നിർബാധം അനുമതി നൽകിയത്. 90 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കണം. സ്വാഭാവികം. ഇവിടെ മരം മുറിച്ച സഹോദരന്മാരെയും ഇരയായ അബലയെ പീഡിപ്പിച്ച VIP-മാരെയും സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെ ഇല്ലാതാക്കിയവരെ ഒക്കെ ഒരേപോലെ മുഖം നോക്കാതെ തന്നെ 90 ദിവസത്തിനും കുറ്റപത്രം നൽകി അഴിക്കകത്താക്കിയ പോലീസിനോടുള്ളത്. അതുകൊണ്ട് തന്നെ കൊടകരയിൽ ഇവർക്ക് ആർക്കും കൊടുക്കാത്ത സൗജന്യമോ ഇളവോ ഉണ്ടാകില്ല എന്ന് കേന്ദ്രത്തിലെ ബുദ്ധിജീവികൾ അറിഞ്ഞിരിക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 6 ചാക്കുകളിലായി 9 കോടി രൂപയുടെ കുഴൽപ്പണം എത്തിച്ചെന്ന മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിന്റെ തെളിവ് സഹിതമുള്ള വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചത്. നേരത്തെ തന്നെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് തുടരന്വേഷണത്തിന് കോടതി അനുമതി തേടി അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP VK രാജു ഹർജി നൽകിയത്. അതാണ് അടുത്തൊരു കുറ്റപത്രം കൂടി തന്നോളൂ, അന്വേഷിച്ച് തെളിവുകളൊക്കെ ശേഖരിച്ചു മതിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി നിർദ്ദേശിച്ചത്. കുഴൽപ്പണം നടത്തിയ ധർമ്മരാജിനെ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ എന്നിവരെ പരിചയപ്പെടുത്തിയതായി സതീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പണം വരുന്ന ദിവസം രാത്രി ഓഫീസ് അടയ്ക്കരുതെന്നും നേതാക്കൾ നിർദ്ദേശിച്ച സതീഷ് മൊഴി നൽകിയിട്ടുണ്ട്. കുഴൽപ്പണ സംഘത്തിന് ലോഡ്ജിൽ മുറിയെടുത്ത് നൽകിയിട്ടുണ്ട്. ജില്ലാ ട്രഷറർ സുജയ് സെനും ധർമ്മരാജനും കൂടെയുള്ളവരും ചേർന്നാണ് പണച്ചാക്കുകൾ ഓഫീസിന് മുകളിലേക്ക് കയറ്റിയത്. ഈ പണം കെട്ടുകളിലാക്കി മേശപ്പുറത്ത് വയ്ക്കുന്നത് കണ്ടതായും വെളിപ്പെടുത്തിയിരുന്നു. ഇനി വേണമെങ്കിൽ BJP നേതൃത്വത്തിന് കേന്ദ്രത്തിനല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു പരാതി നൽകാം. തങ്ങൾക്കെതിരായ കേസ് ക്രൈംബ്രാഞ്ചിനെയോ വിജിലൻസിനെയോ വച്ചന്വേഷിപ്പിക്കാൻ. അല്ലാതെ കേസ് പിൻവലിക്കാൻ മുഖ്യമന്ത്രി ആശുപത്രി ധൈര്യം അവർക്കില്ല. എങ്കിലും ഇപ്പോഴത്തെ സ്പെഷ്യൽ ടീം അന്വേഷിച്ചത് തുടർച്ചയായേ അത് വരികയുള്ളൂ. നേരത്തെ കുറ്റപത്രം നൽകിയതിൽ പ്രതികൾ 20-ന് പുറത്തുണ്ട്. വീണ്ടും പുതിയ വെളിപ്പെടുത്തൽ കൂടി അന്വേഷിച്ച് കുറ്റപത്രം തയ്യാറാക്കുമ്പോൾ പ്രതികളുടെ എണ്ണം ഇരട്ടിക്കുകയല്ലാതെ കുറയുകയില്ല. കള്ളപ്പണം കവർച്ച നടത്തിയ പ്രതികൾക്ക് പുറമെ ഇപ്പോൾ ആ 6 ചാക്ക് വീതം വെച്ചവർ കൂടി അത് ആരെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. വേണമെങ്കിൽ ഗവർണർക്ക് ഇവർക്ക് പരാതി കൊടുക്കാം. പക്ഷേ എന്തോന്ന് പറഞ്ഞ് കേസ് കൊടുക്കും? കേസ് എഴുതള്ളണമെന്നോ? കോടതിയിലിരിക്കുന്ന കേസിൽ ഗവർണർ പിണറായി വിജയനോടോ സർവകലാശാല വിസിമാരോടോ പറയുന്ന ആ ഭാഷയിൽ പറഞ്ഞാൽ വിവരമറിയുമെന്ന് രാജ്ഭവൻ അറിയാം. അതുകൊണ്ട് ഇത്തരം പരാതികൾ തൽക്കാലം എടുക്കണ്ട എന്ന നിലപാടിലാണ് രാജ്ഭവൻ.